അവിടെ വയനാട്ടിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ടി സിദ്ദിഖ് പ്രചാരണം തുടങ്ങിയിരുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പൊടുന്നനെ വന്നത്. അതിനെയാണല്ലോ ഇടതുപക്ഷം ചോദ്യം ചെയ്തത്. ഇത്തവണ പക്ഷേ റായ് ബറേലിയിൽ സുരക്ഷിതനാണ് എന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം SP-യുമായി ഉത്തർപ്രദേശിൽ ബന്ധം സ്ഥാപിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അപ്പോൾ അഖിലേഷിന്റെ ഒരു ഉറപ്പ് അവിടെ നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു സീറ്റ് കൂടി തേടുകയാണെങ്കിൽ അത് കർണാടകത്തിലോ തെലങ്കാനയിലോ ആകാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കുന്നു എന്ന പഴി കേൾക്കേണ്ടതില്ല. അതുകൊണ്ട് രാഹുൽ വയനാട്ടിൽ നിന്ന് പിന്മാറുന്നു. അല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം സീറ്റ് അമേഠിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് ഗാന്ധി കുടുംബത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒപ്പം നിലനിന്നിരുന്ന ഒരു സീറ്റായിരുന്നു. അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൈമോശം വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിൻ്റെ ഒരു തുടക്കം 2014 തന്നെ അതിൻ്റെ സാധ്യതകൾ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ തവണ അവരെത്തിയപ്പോഴേക്കും അവർ കേരളത്തിലേക്ക് വരികയും വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്തു. വയനാട്ടിൽ അവർ മത്സരത്തിന് എത്തിയതോടുകൂടി തന്നെ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി അപഹാസ്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കും ഈ കോൺഗ്രസിനും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണിയെ രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുന്നണി തൽക്കാലം നിലവിലില്ല എന്നുള്ളതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എവിടെയാണ് ഈ മുന്നണി നിലനിൽക്കുന്നത്? ബീഹാറിൽ ആ മുന്നണി ഉണ്ടാക്കിയ ആൾ നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാർ അത് വിട്ടുപോയി. RLD എന്ന് പറയുന്ന ഒരു പാർട്ടി അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ പാർട്ടി ഇന്ന് അവർക്കൊപ്പം ഇല്ല. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രബലമായ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഒന്നിനൊന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നണി നിലവിലില്ല. ഇനി ഇല്ലാത്തൊരു മുന്നണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വന്നതുകൊണ്ട്, വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് അതിന്റെ പ്രയോജനം കിട്ടിയത് സംസ്ഥാന കോൺഗ്രസിനാണ്. ഈ 19 സീറ്റ് നേടിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാഹുലിന്റെ വരവാണ്. അത് LDF-ഉം വിലയിരുത്തിയ ഒരു കാര്യമാണ്. അന്നും ചോദിച്ചിരുന്നു LDF എന്തുകൊണ്ട് BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്ന്. പക്ഷേ ഇത്തവണ ആ ഒരു ചോദ്യം ഒഴിവാക്കുവാൻ എന്തായാലും രാഹുൽ ഗാന്ധി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇങ്ങനെയൊരു ഉറപ്പ് ഇന്ത്യ മുന്നണി ദുർബലമാകുമെന്ന് പറയുമ്പോഴും ഇതുവരെ അത് ആടിവിലഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു ശ്വാസം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം വഴി ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപാട് സീറ്റ് ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സമ്മതിക്കേണ്ടി വരും. പക്ഷേ ഇത് BJP എന്ത് ചോദ്യം ഇത്തവണ ഉയർത്തും രാഹുൽ ഗാന്ധിക്ക് നേരെ? നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്താൻ പറ്റുമോ? ഇത്തവണ രണ്ടിടങ്ങളിലും BJP-ക്കെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ രണ്ട് കാര്യം. അതിനകത്ത് ഒന്ന്, ചെറിയ ശ്വാസം കിട്ടിയെന്ന് പറഞ്ഞ വിഷയത്തിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കി 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിലുമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 56%, 56% ആണ്. ഇവരെ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാൽ പോലും, ഇനി അവർ നോട്ടയും ബാക്കി എല്ലാ കക്ഷികളെയും ഒരുമിച്ച് കൂട്ടിയാൽ പോലും 44% വരെ മാത്രമേ വരാൻ പോകുന്നുള്ളൂ. ഇപ്പൊ നിലവിലെ കയത്തിൽ പെട്ടുപോയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൂട്ടി പിടിക്കുന്നത് കൊണ്ട് രണ്ടുപേരും മുങ്ങുന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ആർക്കും ശ്വാസമൊന്നും ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ രണ്ടെന്ന് പറയുന്നത്, അദ്ദേഹം BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഗതം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോൾ കർണാടകയിലോ തെലങ്കാനയിലോ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും സീറ്റിലോ അദ്ദേഹത്തിന് സൗത്ത് ഇന്ത്യയാണ് സേഫ് എന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വരട്ടെ. സൗത്ത് ഇന്ത്യയിലെ BJP-യുടെ ലോക്കൽ ലീഡേഴ്സുമായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യട്ടെ. അദ്ദേഹത്തിന് അവിടെയും അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ഈ കുറെ കാലങ്ങളായിട്ട് നമ്മൾ, ഞാൻ 2004, 2005 മുതൽ ഈ രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് എന്നും പറഞ്ഞിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആർട്ടിക്കിളുകൾ എല്ലാ 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ രാഹുൽ ഗാന്ധി ആ സ്കീം ഓഫ് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പക്വത വന്നു, അദ്ദേഹത്തിന്റെ നേതാവായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ തെലങ്കാനയിലോ കർണാടകയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബേക്കറി ഉള്ള ഒരു സ്ഥലം നോക്കി അദ്ദേഹം പോയി മത്സരിക്കട്ടെ. അവിടുത്തെ മുട്ട പപ്സ് അദ്ദേഹം കഴിക്കട്ടെ, അവിടുത്തെ പരിപ്പുവടയും ചായയൊക്കെ കുടിക്കട്ടെ. അദ്ദേഹം അതിന്റെ ഫുഡ് വ്ളോഗിങ്ങോ റിവ്യൂവിങ്ങോ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നടത്തട്ടെ. അദ്ദേഹത്തിന് BJP-ആയിട്ട് അദ്ദേഹം നേരിട്ട് ഫൈറ്റ് ചെയ്യട്ടെ. അതോടുകൂടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ സക്സസുകൾ ഇതോടുകൂടി നിൽക്കുമല്ലോ. അത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ മറ്റൊന്നും തന്നെ ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, BJP-യെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു, ഇവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളതൊരു വിഷയമേ അല്ല. BJP-യെ സംബന്ധിച്ച് BJP-യുടെ കാൻഡിഡേറ്റുകൾ എവിടെ മത്സരിക്കുന്നു, 370 സീറ്റുകൾ BJP-ക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് BJP-യുടെ വിഷയം. അല്ലാണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ടോ, സോണിയാഗാന്ധി രാജ്യസഭയിലേക്കാണോ പോകുന്നത്, ഒന്നും BJP-യുടെ വിഷയമല്ല. അമേഠിയിൽ സ്മൃതി ഇറാനി കുറെ അവിടെ ഭയങ്കര പോപ്പുലർ ആണെന്നൊക്കെ കുറെ പേര് അവിടെയും ഇവിടെയും ദേശീയ മാധ്യമങ്ങളുടെ ഇവിടെ ഇരുന്നൊക്കെ പറയും. പക്ഷെ അവിടെ ഇപ്പോഴും കോൺഗ്രസിന് വേണമെങ്കിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറിയാൽ അത് തന്നെ ഒരു മണ്ടത്തരാവും. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഈ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകർത്തപ്പെട്ടല്ലോ ആ കൂടെ നടക്കുന്ന മണ്ടന്മാർ, ആ മണ്ടന്മാരെപ്പോഴും രാഹുൽ ഗാന്ധിയെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ KC വേണുഗോപാലിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെപ്പോഴും രാഹുൽ ഗാന്ധിയെ കോട്ടൺ ബോൾ ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അതായത് നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം ചെയ്യും. അതാണ് ഈ അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് പറയുന്നത്. അവിടെ എന്താണ്, നമ്മളിപ്പോൾ ആ വോട്ടർമാരുടെ ഒരു ഇത് നോക്കിയാൽ, ഘടന നോക്കിയാൽ റായ്ബറേലിയിൽ മുസ്ലിങ്ങളുടെ എണ്ണം, മുസ്ലിം വോട്ടർമാരുടെ എണ്ണം കാര്യമായിട്ട് കൂടുതലുണ്ട് അമേഠിയേക്കാൾ. പക്ഷേ അമേഠിയാണ് കോൺഗ്രസിന്റെ ട്രഡീഷണൽ സ്ട്രോങ് ഹോൾഡ്. 99 വരെ അവിടെ ആദ്യം സോണിയാഗാന്ധി 99 മത്സരിച്ച മണ്ഡലം അമേഠി തന്നെയാണ്. 2004 രാഹുൽ ഗാന്ധിക്ക് അത് ഒഴിഞ്ഞു കൊടുത്തതാണ്. റായ്ബറേലിയിലും ഇന്ദിരാഗാന്ധിയൊക്കെ മത്സരിച്ച സീറ്റാണ്. എങ്കിൽ പോലും അമേഠിയാണ് കുറച്ചുകൂടി ആ ട്രഡീഷണൽ സീറ്റ് എന്ന് പറയാവുന്ന ഒരു സീറ്റ്.
അവിടെ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പേടിച്ചിട്ട് റായ്ബറേലിയിൽ പോയി മത്സരിക്കുക, അത് തന്നെ ഒരു PR ഡിസാസ്റ്റർ അല്ലേ? ഈ കൂടെ നടക്കുന്ന മണ്ടന്മാർക്ക് ഇപ്പോൾ അത് മനസ്സിലായില്ല. പിന്നെ ഇപ്പോൾ ഈ വയനാട്ടിലേക്ക് വന്നാൽ, വയനാട് ഉപേക്ഷിച്ച് ഇപ്പോൾ കർണാടകത്തിലേക്ക് പോയാൽ മഞ്ജുഷ എന്നെ ചൂണ്ടിക്കാണിച്ചു, കഴിഞ്ഞ തവണ അവിടെ BJPക്ക് 50% കൂടുതൽ വോട്ട് കിട്ടി. അന്ന് കോൺഗ്രസും ജനതാദൾ സെക്യുലർ, ഗൗഡയുടെ പേരിൽ മാത്രം സെക്യുലർ ആയിട്ടുള്ള പാർട്ടിയും കോൺഗ്രസ് കൂടി ഒന്നിച്ചാണ് മത്സരിച്ചത്. എന്നിട്ട് ആകെ കിട്ടിയത്, കോൺഗ്രസ് ആകെ കിട്ടിയത് DK സുരേഷിന് ഒരു സീറ്റ് മാത്രമാണ്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലോ തെലങ്കാനയിൽ നല്ലൊരു സാധ്യതയുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പുതിയ സർക്കാർ, ആ സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡാണ്, 3 മാസമായിട്ടേ ഉള്ളൂ. ആ സർക്കാർ വന്നിട്ട്, രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ, അവിടെ വേണമെങ്കിൽ കോൺഗ്രസിന് പണ്ട് ഇന്ദിരാഗാന്ധി മത്സരിച്ച മേഡക് സീറ്റ് പോലെയുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ കർണാടകത്തിൽ ഇപ്പോൾ ചിക്മഗളൂരോ ഏത് സീറ്റ് മത്സരിച്ചാലും അത് ജയിക്കാൻ ഉറപ്പുള്ള സീറ്റ് ഒന്നും ഇല്ല. വയനാട് വിടാനായിട്ട് യുവരാജ് ഗോകുൽ ഇപ്പോഴും BJPയോട് നേരിട്ട് ഏറ്റുമുട്ടട്ടെ രാഹുൽ ഗാന്ധി എന്ന നിലപാടിൽ ഇടതുപക്ഷം ഭയപ്പെടുത്തിയിട്ടില്ല, അതിലൊരു ഭയപ്പെടുത്തലും നടത്തിയിട്ടില്ല. അല്ല, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇന്ത്യയിൽ നശിക്കുന്നത് അവർ പുറത്ത് പറയുന്നത് പോലെ അയ്യോ കോൺഗ്രസ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കണം, രാഹുൽ ഗാന്ധി ശുഭാപ്തി വിശ്വാസമുള്ള നേതാവാണ്, അങ്ങനെയൊന്നും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് എപ്പോഴും നശിച്ച് പ്രതിപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പൊളിറ്റിക്കലി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം മഞ്ജുഷേ, ഈ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന, അല്ല BJP കേന്ദ്രം ഭരിക്കുന്നതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന 2-3 പാർട്ടികളുണ്ട്. ഒന്ന് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയാണ്, തമിഴ്നാട്ടിലത് DMK ആണ്, കേരളത്തിലത് CPM ആണ്. കാരണം കേന്ദ്രത്തിലത് BJP ഉണ്ട്, ആ BJP നിങ്ങളെ പിടിച്ച് വിഴുങ്ങും, ഞങ്ങളാണ് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ ഇങ്ങനെ ഒരു നറേറ്റീവൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് സംസ്ഥാനങ്ങൾ, ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളിൽ ഇവർ നേട്ടം കൈകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ BJP അല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ CPM-നും പിണറായി വിജയനും തുടർഭരണം കിട്ടില്ലായിരുന്നു. അതൊരു വാസ്തവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിനും പിടിച്ചിരിക്കുന്നത്. അതാത് സംസ്ഥാനങ്ങളിൽ എത്ര അഴിമതി നടത്തിയിരുന്നാലും, എത്ര കെടുകാര്യസ്ഥതയിലേക്ക് പോയിരുന്നാലും, ആ സംസ്ഥാനങ്ങളെ എത്ര കൂപ്പുകുത്തിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിരുന്നാലും ശരി തന്നെയാണ്, ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്നുള്ള അവരുടെ വിശ്വാസമുണ്ട്. അവർ ബാങ്ക് ചെയ്യുന്ന ആ ഒറ്റ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണ ജയിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോയി മത്സരിച്ച് BJPയോട് തോക്കുകയോ അദ്ദേഹം പാർലമെന്റിൽ എത്താതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കതേ വീണ്ടും പറയാം, നമ്മൾ കേട്ടിട്ടില്ലേ, അതേ കോൺഗ്രസ്സുകാരെല്ലാം നാളെ BJPക്കാരാവും, കോൺഗ്രസ്സുകാരെല്ലാം നാളെ RSSകാരാവും, അതുകൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തുന്നവരാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണ്. രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡെസിമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഡെസിമേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM ആണ്. അതുകൊണ്ട് അവരെ കുഴിയിൽ ചാടിക്കാൻ പറ്റുന്ന എന്തൊക്കെ തരത്തിലുള്ള ഐഡിയാസ് ഉണ്ടോ അത് മുഴുവനും CPM-കാരെ കോൺഗ്രസ്സുകാരെ ഉപദേശിച്ച് അവരെ ഒരു വഴിക്കാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല. അവിടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ നിരീക്ഷണമുണ്ടല്ലോ, ഉത്തർപ്രദേശിലെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വിജയ സാധ്യതയെക്കുറിച്ച്, അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് അതിനുള്ള മറുപടി നൽകുന്നത്? അല്ല, ഇതിനകത്ത് ഈ SP-യും BSP-യും SP-യും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു. അത് ശരിയാണ്. അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് ശരിയാണ്. പക്ഷേ 2017 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കണം. SP-യും കോൺഗ്രസും ഒരുമിച്ച് എന്ന് തന്നെയാണ് 2017 അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരിട്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? രണ്ടുപേർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നിലേക്ക് രണ്ടുപേരും പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇപ്പോൾ SP-യും കോൺഗ്രസും തമ്മിലൊരു സഖ്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും മഹത്തായ കാര്യങ്ങൾ നടക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ചില രീതിയിലുള്ള, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ റായ്ബറേലിയിലാണെന്നുണ്ടെങ്കിൽ മുസ്ലിം വോട്ടിന്റെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഗുണം ചിലപ്പോൾ റായ്ബറേലിയിൽ ലഭിക്കുമെന്ന് അവർ പൊളിറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അമേഠിയിൽ അതും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അമേഠിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2014 വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സമയത്തും അവിടെ ഈ പറയുന്ന പോലെ പല വീടുകളിലും വെള്ളമില്ല, പല വീടുകളിലും കറണ്ട് ഇല്ല, പല വീടുകളിലും ആ ഗ്രാമങ്ങളിലേക്കൊന്നും തന്നെ ഇന്റർനെറ്റ് കണക്ഷനൊന്നും എത്താത്ത കാലഘട്ടത്തിലൂടെയാണ്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യ ഒരുപാട് മാറിപ്പോയി. അതിന്റെ ഏറ്റവും വലിയ മുഖം മാറിയിരിക്കുന്നതൊന്നും അമേഠിയിലൊക്കെ തന്നെയാണ്. അവിടെ ഇപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഇന്റർനെറ്റും കറണ്ടും വെള്ളമൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട്. അവരിപ്പോൾ വാർത്ത കാണുന്നുണ്ട്, അവർ പത്രം വായിക്കുന്നുണ്ട്, അവർ ഇന്റർനെറ്റിലൂടെ ലോകവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് അമേഠിയിൽ ആൾക്കാർ നിൽക്കുന്നത്. അല്ലാണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചുപോയ കാര്യം 10 വർഷം കഴിഞ്ഞ് മാത്രം അറിയുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന് ഇന്ത്യയിലെ, ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും കഴിഞ്ഞുകൂടി പോകുന്നത്. വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്, രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേഠിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഒബ്സർവേഷനെ ഞാൻ പാടെ നിരാകരിക്കുന്നതല്ല. എപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 1+1 എന്ന് പറയുന്നത് 2 അല്ലല്ലോ. അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഒരു 2019 14 സാഹചര്യം അല്ല, 2024 എത്തി നിൽക്കുമ്പോൾ പൊളിറ്റിക്കലി നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. SP-യും കോൺഗ്രസും തമ്മിൽ സഹകരിക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സാധ്യത അവിടെ ഉണ്ടാകുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച്, അല്ല, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത് അങ്ങനെ ഒരു സഖ്യത്തിനുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റേതായിട്ടുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്, ഈ വയനാട്ടിൽ ആനി രാജ് വരുമ്പോഴേക്കും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പോയി. ഇതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാത്തത് പോലും കേരളത്തിന്റെ സ്ഥിതി പരിങ്ങലിലായതുകൊണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇപ്പോൾ BJP ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ആനി രാജ വന്നപ്പോൾ രാഹുൽ ഗാന്ധി പോയി എന്നുള്ള ഒരു പ്രസ്താവന എനിക്ക് മനസ്സിലാവുന്നില്ല. ആനി രാജ അത്ര വലിയ, ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ എതിരാളിയല്ലല്ലോ.
അല്ല, ഇത് ഇവര് തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ കെട്ടുപാടുകളൊക്കെ ഉണ്ടല്ലോ. അതാണ് അതിനകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം. അതായത് ഇന്ത്യ ഒരു ഭാഗമായിട്ട് തമ്മിൽ മത്സരിക്കുവാൻ ഒരു ദേശീയ മുഖമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ. അതെ, അതൊരു ധാരണ തന്നെയാണ്. അതാണ് കുറച്ച്. പിന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആനി രാജ വന്നു, കുറച്ച് മുമ്പ് ആന വന്നു, ഇവരൊക്കെ കുറച്ചുകൂടി രാഹുൽ ഗാന്ധിയെക്കാളും കൂടുതൽ വയനാട്ടിലേക്ക് വന്നു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആനി രാജ വന്നൊരു 10 ദിവസം അടുപ്പിച്ച് വയനാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയതിനേക്കാളും കൂടുതൽ ദിവസങ്ങളിൽ അവരുണ്ടായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ ആനയും ആനി രാജയും ഒക്കെ എന്താണ് വയനാട്ടിൽ കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ കാണുന്നില്ല, അതാണ് അവസ്ഥ. യുവരാജ് ഗോകുൽ നാളെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വരികയാണല്ലോ, അതും തലസ്ഥാനത്ത്. അല്ല, ശ്രീ ഹസ്കർ അവരുടെ ആത്മവിശ്വാസത്തെ ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല. മാത്രമല്ല, പന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം അപരിചിതനായ ആളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് മുമ്പ് ഒരു തവണ ഇവിടെ MP ആയിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ 2005 പോലെ അല്ലല്ലോ 2024 നിൽക്കുന്ന. ഒരുപാട് വെള്ളം ഒഴുകി പോയില്ല അതിനുശേഷം കരമനയത്തിലൂടെ. 19 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 2014 തന്നെ പറയുന്ന ഇടതുമുന്നണി എവിടെയായിരുന്നു? പിക്ചറിലുണ്ടായിരുന്നു, മത്സരത്തിൽ ഇല്ലായിരുന്നു. 2019 പിക്ചറിലില്ലായിരുന്നു ഇടതുമുന്നണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2024 എത്തുമ്പോഴും ഇടതുമുന്നണിയെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന തലത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയമായ പരിണാമമൊന്നും ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വന്നിട്ടില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി അദ്ദേഹം നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും കേന്ദ്ര തെരഞ്ഞെടുപ്പുകളും രണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, എന്താണ് ഡൽഹിയിൽ 56% BJPക്ക് വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുമ്പോൾ 6 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ഷിഫ്റ്റ് ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ 50-60% വോട്ട് ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ നേരത്തെ ഹെൻറി റോസ്റ്റിൻ അദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ്. ഇത് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള നിലയിൽ BJP സംസാരിക്കുന്നൊന്നുമില്ല. BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാന വോട്ടും പോളാകുന്നത് വരെയും അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വമായിരുന്നാലും സംസ്ഥാന നേതൃത്വമായിരുന്നാലും ശരി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പക്ഷേ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിശാരദന്മാരെല്ലാവരും പറയുന്ന പ്രതിപക്ഷ സഖ്യത്തോട് പറയുന്നത് നിങ്ങൾ 2024 പണി നിർത്തി 2029 പണി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തും കേരളത്തിലുമൊക്കെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചിട്ട് അവർ വളരെയധികം അവെയറാണ്. ആരാണ് കേന്ദ്രത്തിൽ ഭരിക്കാൻ പോകുന്നത്? BJP സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അത്രയേറെ വേരോട്ടമുള്ളൊരു പാർട്ടിയാണ്. 3-4 സീറ്റുകളിലാണ്, 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 2019 സ്ഥിതി അത്രയധികം വ്യത്യസ്തമൊന്നുമല്ല. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ തരംഗമൊക്കെ ഉണ്ടായെങ്കിൽ പോലും പറയുന്ന കഴക്കൂട്ടമായിരുന്നാലും ശരി തന്നെയാണ്, വട്ടിയൂർക്കാവായിരുന്നാലും ശരിയാണ്, തിരുവനന്തപുരം സെൻട്രലായിരുന്നാലും ശരി തന്നെയാണ്. വളരെ ചെറിയ വോട്ടുകൾക്കാണ് അന്ന് 2ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും ഒക്കെ 2014 അധികം വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യവും 2019 ഉണ്ടായി. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP എന്താണെന്നും BJP ജയിക്കുന്നതാണ് ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നല്ലത് എന്ന് അറിയാവുന്ന അഭ്യസ്തവിദ്യരായ വോട്ടേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ അത്രയ്ക്കധികം സീരിയസ് ആയിട്ട് എടുക്കുന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഇവിടെ മത്സരം നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ വേഴ്സസ് BJP എന്നുള്ള നിലയിൽ തന്നെയാണ് നടക്കുന്നത്. ഇടതുപക്ഷം ആ മത്സരത്തിനകത്ത് അപ്രസക്തമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ BJP വീക്കായിട്ട് ഒരു സീറ്റോണ് മത്സരിക്കുക. അദ്ദേഹം വന്ന് UP-യിലും അവിടെ ശക്തികൾ മാത്രം മത്സരിക്കുന്നത്. അദ്ദേഹം നിലവിൽ പറയട്ടെ, ഇവിടെ എറണാകുളം പോലെ ഒരു സീറ്റിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം പറയാത്ത ഒരു സീറ്റിലോ എന്തുകൊണ്ട് നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല? അതെന്തായാലും ചർച്ച ചെയ്യാത്തത് രാഹുൽ ഗാന്ധിയുടെ സീറ്റിനെ പറ്റി മാത്രമാണ് ചർച്ച. ശരി, ശ്രീ ഹെൻറി ഓസ്റ്റൻ, അങ്ങയുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്, നരേന്ദ്രമോദിജി 2014 മത്സരിച്ച അദ്ദേഹത്തിന്റെ ടർഫായ ഗുജറാത്തിലല്ല, അത് UP-യിലേക്ക് വരുമ്പോഴും സീറ്റ് ആ സമയത്ത് എനിക്കൊന്ന് SP-യുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു തോന്നുന്നു, വാരണാസി. SP-യുടെ സിറ്റിംഗ് സീറ്റിലാണ് അദ്ദേഹം പോയി മത്സരിച്ചത്. അല്ലാണ്ട് BJP-യുടെ ഒരു ടർഫിനകത്തോ അല്ലെങ്കിൽ ഒരു വാക്ക് ഓവർ സീറ്റിലോ അല്ല അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം പോയത് വാരണാസിയിലേക്കാണ്. 2009 BJP തോറ്റ സീറ്റാണ്, 2004 BJP തോറ്റ സീറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദിജി വന്ന് മത്സരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം സേഫ് സീറ്റ് അന്വേഷിച്ച് നടക്കുന്ന ഒരാളല്ല. BJP തമിഴ്നാട്ടിൽ വന്ന് മത്സരിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള സീറ്റിൽ എന്തുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല? അദ്ദേഹത്തിന് മത്സരിക്കാൻ ഭയമൊന്നുമില്ല. പാർട്ടി തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെ മത്സരിക്കും? അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണോ നിങ്ങൾ പറയുന്നത്? അത് നിങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. BJP തീരുമാനിക്കേണ്ടത് അദ്ദേഹം എവിടെയാണ് മത്സരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ UP-യിൽ കോൺഗ്രസ് ഭരണത്തിലായിട്ട് എത്ര വർഷങ്ങളായി? അവിടെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കറേജ് ആണെന്നേ. ഏതാ സേഫ് സീറ്റിൽ പോയി റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നതോ? അതാണോ പൊളിറ്റിക്കൽ കറേജ്? ആണല്ലോ. അതാണ് റായ്ബറേലി ആരുടെ സിറ്റിംഗ് സീറ്റാ? അല്ല, റായ്ബറേലി ആരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു? ഒരു സ്ഥലത്ത് മാത്രമായിട്ട് മത്സരം. റായ്ബറേലി ആരുടെ സിറ്റിംഗ് സീറ്റാ? കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് സീറ്റ് അല്ലേ? കഴിഞ്ഞ തവണ കോൺഗ്രസ് വാഷ് ഔട്ട് ആവുന്ന സമയത്ത് ജയിച്ച ഒരേ ഒരു സീറ്റല്ലേ UP-യിൽ. അപ്പൊ അവിടെ തന്നെ പോകുന്നതിനകത്ത് എന്ത് കറേജാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം തിരിച്ച് അമേഠിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഓക്കെ, ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ കറേജ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്.
അദ്ദേഹം എവിടെ മത്സരിക്കുന്ന കാര്യം അടുത്ത തീരുമാനമാകും. അല്ല അവിടെ അപ്പൊ പിന്നെ നിങ്ങൾ നരേന്ദ്രമോദി എവിടെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് ആണല്ലോ തീരുമാനിക്കേണ്ടത്. BJP തീരുമാനിക്കാത്ത എവിടെ മത്സരം? അതിനെ ഞങ്ങൾക്കും പറയുന്നത് BJP അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഞങ്ങൾ തീരുമാനിക്കാൻ വന്നില്ലാതെ അതന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നിങ്ങളോട്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും അത് BJP-യുടെ വിഷയം എന്താണെന്നല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ചർച്ച വേണ്ടല്ലോ. ഞങ്ങൾ വെല്ലുവിളിച്ചില്ലല്ലോ നിങ്ങൾ അവിടെ വരും ഇവിടെ വരുമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ചർച്ച വേണ്ടി വരുന്നത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ്. മാത്രമേ ഞങ്ങളുടെ വിഷയമുള്ളൂ. ഈ ചർച്ച വേണ്ടി വരുന്നത് നിങ്ങൾ തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ തവണയും തീരുമാനം എടുക്കാൻ ഏറെ വൈകിയല്ലോ. എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് അണിനിരത്തതിന് ശേഷമാണല്ലോ രാഹുൽ ഗാന്ധി പെടുന്ന വയനാട്ടിലേക്ക് വന്നത്.